എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തുന്നത്? ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ആവശ്യമായ പോഷകാംശങ്ങളൊക്കെ എത്തി. പലതരത്തിലുള്ള ആഹാരം നമ്മൾ എല്ലാം കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് എല്ലാം അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഭക്ഷണം എന്തിനാണ് കഴിക്കണേ? ഊർജ്ജം കിട്ടാനാണ്. ആ ഊർജ്ജം നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? ആ ഊർജ്ജം കൊഴുപ്പായി മാറി നമ്മുടെ ശരീരഭാഗങ്ങളിൽ അടിഞ്ഞുകൂടാനാണ് സാധ്യത. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ടാണ് എക്സസൈസിന് പ്രാധാന്യം വരുന്നത്. കൊളസ്ട്രോൾ കൂടാനുള്ള കാരണം ഇത് തന്നെയാണ്. എക്സസൈസിൻ്റെ കുറവ് തന്നെയാണ് കൊളസ്ട്രോൾ കൂടാനുള്ള കാരണം. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത ആഹാരത്തിൽ നമുക്ക് കിട്ടിയ ഊർജ്ജം കൊഴുപ്പായി അടിഞ്ഞുകൂടാതെ നമ്മുടെ മസിലുകൾക്ക് ഊർജ്ജം നൽകി എനർജി യൂസപ്പായിട്ട് അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റായിട്ട് സ്വെറ്റായിട്ടും സെബമായിട്ടും നമ്മുടെ ബോഡിയിൽ നിന്ന് അത് പുറന്തള്ളപ്പെടുകയാണ്. മെറ്റബോളിസത്തിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് മൂത്രമായിട്ടും മലമായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും. നമ്മോടൊപ്പം ശ്രീകല ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തരികയുണ്ടായി. ഇന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് വ്യായാമത്തിനെ കുറിച്ചാണ്. കൊളസ്ട്രോൾ വരാതിരിക്കാനും വന്നു കഴിഞ്ഞാലും നമുക്ക് നമ്മളാൽ തന്നെ കുറച്ച് സമയം കണ്ടെത്തി ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മുടെ ജീവിതദൈർഘ്യം കൂട്ടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമസ്കാരം.